കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കാരുണ്യം കൊണ്ട് സത്സംഗത്തിലൂടെ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിരിക്കുകയാണ്, ഒത്തൊരുമിച്ച് ഇരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പനെ അനുസ്മരിക്കാൻ അനുവാദം തന്നിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദയ ഭാവയാമി. നാളെ കുചേല ദിനാണ്. അവിൽ നിവേദ്യം വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. നാളത്തെ അവിൽ നിവേദ്യത്തിന് നാളെ പന്തീരടി പൂജയ്ക്കും അത്താഴ പൂജയ്ക്കും ഗുരുവായൂരപ്പന് അവിൽ നേദിക്കൽ പതിവുണ്ട്. സാധാരണ അത്താഴ പൂജയ്ക്ക് മാത്രമാണ് കേട്ടോ അവിൽ നിവേദ്യം ഉള്ളത്. നാളെ മാത്രം പന്തീരടിക്കും കൂടി അവിൽ നിവേദ്യം ഉണ്ട് കേട്ടോ. അനേകം ഭക്തജനങ്ങളാണ് ഗുരുവായൂരപ്പന് അവിൽ സമർപ്പിക്കാറുള്ളത്. ഇനി അവിൽ സമർപ്പിക്കുന്നതിൻ്റെ കഥയൊന്ന് അനുസ്മരിക്കണ്ടേ നമുക്ക്. അതുകൊണ്ട് ഇന്ന് ഞാൻ കുചേലവൃത്തം കഥ പറയാമെന്ന് കരുതിയിട്ടോ വന്നിരിക്കണേ. എനിക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ പെൻഡിങ് ആണ്. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അടുത്ത എപ്പിസോഡിലൂടെ മറുപടി പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കുചേലവൃത്തം കഥ പറയുന്നതിനാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. എന്താ നാളേക്ക് വെക്കാതിരുന്നത് എങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മളുടെ വീഡിയോ വരുള്ളൂ. അപ്പോൾ കുചേലവൃത്തം നാളെയാണ് എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി നന്നാവുക തോന്നുന്നു. നമുക്ക് ഇന്നേ പ്രിപ്പയർ ചെയ്യാലോ. നാളെ ഗുരുവായൂരപ്പന് അവിൽ നിവേദിക്കണം എന്ന് തോന്നുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ കുറച്ചൊരു അവിൽ വാങ്ങാനോ ശർക്കര വാങ്ങാനോ നാളികേരം വാങ്ങാനോ ഒക്കെയുള്ള സമയം വേണ്ടേ. നാളെ വൈകുന്നേരം 5 മണിക്കാണ് അനുസ്മരിക്കണമെങ്കിൽ ചിലപ്പോൾ ആ സമയം കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നേ പറയുന്നത് കേട്ടോ, നാളെ കുചേല ദിനമാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ കഥയൊന്ന് അനുസ്മരിക്കാം അല്ലേ. അന്ന് 87ാമത്തെ ദിവസം നാരായണീയത്തിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാൻ പറയണത്. തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്ന ആചാര്യനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് സ്വന്തമായിട്ടൊന്നും പറയാനറിയാത്ത ഞാൻ പറയാണ്. അതേമാതിരി തന്നെ ശ്രീമതി വിശാഖ ഹരി അവരുടെ പ്രഭാഷണവും കേട്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അവരുടെ ചില ചിന്തകളിലൂടെയും പോവാറുണ്ട് കേട്ടോ ഈ ഒരു കുചേലവൃത്തം എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ആചാര്യന്മാരാണ്. ഇവരെല്ലാവരും നമസ്കരിച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ഇവരുടെ വാക്കുകളാണ് എല്ലാം. ഇതിലെന്തെങ്കിലും പാകപ്പിഴ ഉണ്ടെങ്കിൽ മാത്രമാണ് അതെൻ്റെ, ബാക്കിയെല്ലാം അവരുടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അന്നൊരു ദിവസം നാരായണീയ രചന തുടങ്ങി 87ാമത്തെ ദിവസമായപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പതിവ് പോലെ കുളിച്ച് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ആ അകത്ത് കെട്ടുംപടി എന്നറിയപ്പെടുന്ന വാതിൽ മാടത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. 87ാമത്തെ ദിവസമാണ്. ഇന്നലെ വരെയുള്ള കഥകളെല്ലാം ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ആ കുചേലവൃത്തം കഥയാണ് അനുസ്മരിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇങ്ങനെ തുടങ്ങി. കുചേല നാമാഭവത സതീർത്ഥ്യതാം എന്ന് തുടങ്ങിട്ടോ. ഇത് കേട്ടപ്പോൾ ഉണ്ണികൃഷ്ണനാണെങ്കിലോ രാവിലെ ഇങ്ങനെ വരാൻ കാത്തു നിൽക്കുക കേട്ടോ. മേൽപ്പത്തൂര് വന്നിട്ട് വേണം അടുത്ത കഥ കേൾക്കാൻ. അടുത്തത് എന്തായാലും അദ്ദേഹം കുചേലവൃത്താണ് പറയുക. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുധാമാവിൻ്റെ ചരിതമാണ് സുധാമാ ചരിതം പൃഥുഗോപാഖ്യാനം എന്ന് അറിയപ്പെടുന്ന ആ ഭാഗവതത്തിലെ കഥയാണ്. ഇത് കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ മുമ്പിലേക്ക് നാരായണ ഭട്ടതിരി വന്ന സമയത്ത് അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് വേഗം പോയിരുന്നു. മുമ്പിൽ തന്നെ കേൾക്കാൻ പാകത്തിന് ഒരു 3 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണൻ ആ ഗോപിക്കുറിയൊക്കെ തൊട്ട് കുഞ്ഞു കസവും മുണ്ടൊക്കെ എടുത്ത് ആ മേൽപ്പത്തൂരിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് മുന്നിലിരുന്ന സമയത്താണ് കുചേല നാമാഭവത സതീർത്ഥ്യതാം എന്ന് തുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ ഭഗവാന്റെ മുഖം അങ്ങോട്ട് ചുരുങ്ങി വല്ലാതെ സങ്കടം ഉള്ള ഭാവത്തിലായി. ഭഗവാൻ പറഞ്ഞു, അല്ലല്ലല്ല പട്ടേരി, തെറ്റ് പറ്റിയതാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരല്ല കുചേലൻ എന്ന്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മലിനമായതുകൊണ്ട് കുചേലം മലിന വസ്ത്രധാരിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരതല്ല, അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവെന്നല്ലേ. അങ്ങനെ പറയൂ, സുധാമനാമ എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ മേൽപ്പത്തൂര് വീണ്ടും ചൊല്ലി കുചേല നാമാഭവത സതീർ. ഉടനെ ഭഗവാൻ പറഞ്ഞു, എൻ്റെ സതീർത്ഥ്യൻ്റെ പേര് കുചേലൻ എന്നാണ് അങ്ങ് തുടങ്ങുന്നത്. അത് തെറ്റല്ലേ? എൻ്റെ സതീർത്ഥ്യൻ്റെ പേര് സുധാമാവെന്നല്ലേ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ മേൽപ്പത്തൂർ ചോദിച്ചു, അങ്ങേക്ക് വിഷമായോ?
അങ്ങയുടെ സുഹൃത്തിനെ ഞാൻ ഈ മലിന വസ്ത്രധാരി എന്ന പേര് പറഞ്ഞതിൽ എന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, എനിക്ക് വിഷമാവില്ലേ, പിന്നെ എൻ്റെ ആത്മസുഹൃത്തല്ലേ അദ്ദേഹം, അദ്ദേഹത്തിനെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സങ്കടാവില്ലേ പട്ടേരി എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലേ, അങ്ങേക്ക് എങ്ങനെയാ ഭക്തരെ എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെയാ പറയണത്, അങ്ങനെ തന്നെയാണോ? എന്താ സംശയം, എനിക്ക് എല്ലാവരോടും ഇഷ്ടമല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെയാണല്ലേ. ഞാൻ എങ്ങനെയാ ഭഗവാനെ അങ്ങയുടെ ഭക്തൻ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മേൽപ്പത്തൂർ ഇതിപ്പോൾ എന്ത് ചോദിക്കാനാണെന്നറിയില്ലല്ലോ. അപ്പോൾ പട്ടേരിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലല്ലേ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ച് സമയം കളയണത്? നമുക്കിത് രചന നിർവഹിക്കുകയല്ലേ, സുധാമനാമ എന്ന് പറഞ്ഞാൽ പോരെ ചോദിച്ചു. അല്ല ഭഗവാൻ, അപ്പോൾ എന്നെ കണ്ടു നടിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയാണ് അങ്ങ് മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഏക ശ്രോതാവാണ് കേട്ടോ അങ്ങ്, അങ്ങ് മാത്രമല്ലേ എൻ്റെ മുമ്പിലുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഭഗവാൻ എന്നെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ലല്ലോ. അതെന്താ പട്ടേരിക്ക് ഇപ്പം അങ്ങനെ ഒരു സംശയം തോന്നിയത്? അല്ല, അങ്ങ് പറഞ്ഞില്ലേ ഇപ്പോൾ കുചേലൻ എന്ന പേര് പറഞ്ഞപ്പോൾ അങ്ങേക്ക് വിഷമമായി എന്ന്. തീർച്ചയായിട്ടും എനിക്ക് വിഷമാവൂലോ. എന്നാലേ കഴിഞ്ഞ ദിവസം ഞാനിവിടെ നാരായണീയ രചന തുടങ്ങിയിട്ട് അനവധി ദിവസങ്ങളായല്ലോ. ഞാൻ ഈ കാവ്യരചന തുടങ്ങിയിട്ട് അനേക ദിവസങ്ങളായല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പതിവും അങ്ങേക്ക് അറിയാലോ, ഞാൻ ഇവിടെ വരും, അങ്ങയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ ആ വിഗ്രഹത്തിൽ തിരുമേനി നോക്കിക്കൊണ്ട്, ആ ശോഭ നോക്കിക്കൊണ്ട്, അങ്ങയെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഭാഗവത അനുസാരിയായിട്ട് കഥകൾ ഇങ്ങനെ ഓരോന്ന് കാവ്യരൂപത്തിൽ പറയും. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങി കുളത്തിൽ പോയി കാല് കഴുകി വീണ്ടും വന്ന് അങ്ങയുടെ നമസ്കാര സദ്യ, പണ്ട് കാലത്ത് ശ്രീ ഗുരുവായൂരപ്പന് അകത്ത് നിവേദ്യം നടക്കുന്ന സമയത്ത് വാതിൽ മാടം എന്നറിയപ്പെടുന്ന ഈ അകത്ത് കെട്ടുംപടിയുടെ ഇരുവശങ്ങളിലായിട്ട് ഇലയിട്ട് സദ്യ നൽകാറുണ്ട് ബ്രാഹ്മണർക്ക്. ഭഗവാന് വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെയും വിളമ്പും. ബ്രാഹ്മണരും ഒപ്പം ഭഗവാന്റെ ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അവിടെ നിന്നാണ് ഈ ഇദ്ദേഹവും ഭക്ഷണം കഴിക്കാറുള്ളത്, മേൽപ്പത്തൂരും. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ കേട്ടുകൊണ്ടുവരുന്നത് എന്താണെന്നറിയോ, അവിടെ എനിക്ക് കയറിയിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാലിനാണല്ലോ വേദന. അപ്പോൾ ഏറ്റവും അറ്റത്തുള്ള ഇല എനിക്കായിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇവിടെ വിളമ്പുന്ന ആ വിളമ്പുകാരൻ എന്നും അങ്ങനെയാണ് പതിവ്. ഇതൊന്നും അറിയാതെ തൊട്ടടുത്ത് ഉള്ള ഒരാൾ ചോദിച്ചു, ആ ഇല എന്തിനാ അവിടെ ഇരിക്കണം, ഒരാളെ ഇവിടെ ഇരുത്തൂ, ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കൂ, ആദ്യം മുതൽ തുടങ്ങണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ വിളമ്പുന്നതിൽ ഒരാൾ പറഞ്ഞു, അതാ വാദക്കാരൻ പട്ടേരിക്കുള്ളതാണ് എന്ന്. ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നെ ആരും നാരായണ പട്ടേരിക്കുള്ളതാണ് എന്നല്ല കേട്ടോ പറഞ്ഞത്, മേൽപ്പത്തൂരിനുള്ളതാണ് എന്നുമല്ല പറഞ്ഞത്, വാദക്കാരൻ പട്ടേരി എന്നാണ്. ഊണ് കഴിക്കുന്ന തിരക്കിലായതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അത് കേട്ടില്ല എന്നുണ്ടോ എന്നാണ് പട്ടേരി ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ ഭഗവാന് കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ശരിയാണ്, ഞാൻ അദ്ദേഹത്തിനെ, സുദാമാവിനെ അനുഗ്രഹിക്കാൻ നേരം വൈകിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങേക്ക് കുചേലൻ എന്ന് പേര് പറയാൻ സാധിച്ചത്. ഇതേമാതിരി നാളെ വാദക്കാരൻ പട്ടേരി എന്ന് പറയേണ്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എനിക്ക് തെളിഞ്ഞു നിൽക്കണം, അല്ല എൻ്റെ പട്ടേരിയാണ്, അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറ്റാൻ ഞാൻ എന്തുകൊണ്ടും തയ്യാറാണ് എന്ന് അങ്ങേക്ക് ഉടൻ തന്നെ ബോധ്യപ്പെടും എന്ന് മനസ്സിലെങ്കിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും. ഭഗവാൻ പറഞ്ഞു, കുചേലൻ എന്ന് തന്നെ ഇരുന്നോട്ടെ, എൻ്റെ ഒരു കാലതാമസം കൊണ്ടാണല്ലോ അദ്ദേഹം മലിന വസ്ത്രധാരിയായത്, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെയാണത്രേ നാരായണീയത്തിലെ കുചേലനാമ ഭവത സതീർത്ഥ്യതാം എന്ന ആ ഒരു നാമം വന്നത് എന്ന് ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് കേട്ടോ. ഈ ആചാര്യൻ കഥ പറയുമ്പോഴാണ് ഇപ്പോഴും പറയാറുള്ളത്, ഭഗവാനും മേൽപ്പത്തൂരും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് നാരായണീയ രചന എപ്പോഴും പുരോഗമിച്ചിരുന്നത് എന്ന്. അതിന് അനേകം ഔചിത്യങ്ങൾ അദ്ദേഹം പറയാറുമുണ്ട്. അതിലൊന്നാണ് ഈ കുചേലവൃത്തത്തിലെ തുടക്കത്തിലുള്ള ഈ ഒരു കാര്യം. ഇതുപോലെ ഒരു സംഭാഷണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത്. ഇനി ആരായിരുന്നു ഭഗവാന്റെ അടുത്ത കൂട്ടുകാരൻ? കുചേലൻ എന്നറിയപ്പെട്ടിരുന്ന സുദാമാവ്, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് ബ്രാഹ്മണർക്ക് വളരെ
നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ജോലികൾ വളരെ കുറവാണ്. അതായത് വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ബ്രാഹ്മണരുടെ തൊഴിൽ മേഖല എന്ന് പറയുന്നത്. അതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒക്കെ എന്താ പറയുക, മറ്റ് ഗൃഹങ്ങളിലോ ഉള്ള എന്താ പറയുക, ഫങ്ഷൻസ് എന്നൊക്കെ പറയില്ലേ, ചെറിയ ഫങ്ഷൻസ്, അങ്ങനെ ഓരോ ഫങ്ഷൻസിനൊക്കെ ക്ഷണിക്കുന്നിടത്ത് പോയി ഭക്ഷണം കഴിച്ചു വരിക, വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്ത തരത്തിൽ കഴിഞ്ഞുകൂടുക, ഇങ്ങനെയായിരുന്നു ഈ സുദാമാവിൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഒരു അഗ്രഹാരമൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു തെരുവ്, ആ തെരുവിൽ നിറയെ ബ്രാഹ്മണ കുടുംബങ്ങളാണ്. അവർ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും, ഒരു കല്യാണമാണോ, ചോറൂണാണെങ്കിലോ, പേരിടലാണെങ്കിലോ, ഇങ്ങനെ അനേകം തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, ഇതിനെ ആ തെരുവിലുള്ള എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും ക്ഷണിക്കും. അതിലൊരു കുടുംബമായ കുചേലനെയും ക്ഷണിക്കാറുണ്ട്, അദ്ദേഹവും ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു നേരമൊക്കെ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ പതിവുള്ളൂ കേട്ടോ. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്താണ് ചില ബ്രാഹ്മണരെല്ലാം ചേർന്ന് ചോദിച്ചു, സുധാമാവിന് ഇങ്ങനൊരു ജീവിതം പോരാ, അങ്ങൊരു വിവാഹമൊക്കെ കഴിക്കണം എന്ന്. അദ്ദേഹം അതൊന്നും ചിന്തിക്കേണ്ടായിരുന്നില്ല. എന്തായാലും ആളുകളുടെയൊക്കെ നിർബന്ധപ്രകാരം ഇവിടെ നിന്നൊക്കെയോ ഒരു പെൺകുട്ടിയെ തരാക്കി അദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ ഭാര്യയോ, അദ്ദേഹത്തിന് എന്താ പറയുക, അത്രയും അനുകൂലയും അനുരൂപയുമായ ഒരു പത്നിയെ തന്നെയാണത്രേ അദ്ദേഹത്തിന് കിട്ടിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ശ്രീമതി വിശാഖ ഹരി പറയാറുള്ളത് കല്യാണി എന്നാണ് പേര് എന്നാണ് കേട്ടോ. കല്യാണി ഇങ്ങോട്ട് വരൂ എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ദ്വാരകാനാഥൻ ദ്വാരകാധീശൻ ശ്രീകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറയും. ശരി, അത് മാത്രം പറഞ്ഞുകൊണ്ട് അവർ പോകും. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടിയാലായി, ഏതെങ്കിലും ഫംഗ്ഷനെ വിളിച്ചാൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചാലായി, ഇങ്ങനെ ദാരിദ്ര്യമായിട്ട് തന്നെയാട്ടോ കഴിഞ്ഞുകൂടുന്നത്. അതിനിടയിൽ മക്കളും ഉണ്ടായി. ഈ ദാരിദ്ര്യം അവർക്കും ഒരു ശീലമായി തുടങ്ങിയിരുന്നു. ആ സമയത്ത് വീണ്ടും ഇദ്ദേഹം വിളിക്കും. ഒരു ദിവസം ഒരു 30-ലധികം തവണ വിളിക്കും കേട്ടോ. ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനും ഞാനും ഒരുമിച്ചാണ് പഠിച്ചത്. ശരി എന്ന് പറഞ്ഞ് ഇവര് വീണ്ടും പോകും. വീണ്ടും വിളിക്കും, കല്യാണി ഇങ്ങോട്ട് വരൂ. രാമൻ, ബലരാമനും എൻ്റെ കൂട്ടുകാരനാണ്. ശരി, അത് പോവും. പിന്നെയും വീണ്ടും അവരെ വിളിക്കും. അപ്പോൾ മൂന്നാമതും വരും. അപ്പോൾ പറയും, രാമൻ്റെയും കൃഷ്ണൻ്റെയും നടുവിലിരുന്നിട്ടായിരുന്നു ഞാൻ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അപ്പോഴും ശരിയെന്ന് പറയും. ആചാര്യൻ അനുസ്മരിക്കുമ്പോൾ പറയും, നമ്മുടെയൊക്കെ ഗൃഹങ്ങളിലുള്ള പത്നി, ഞാനടക്കമുള്ള ഭാര്യമാർ, ഭർത്താവ് ഒരേ കാര്യം ഒരു 1-2 തവണ പറഞ്ഞ്, മൂന്നാമത്തെ തവണ പറഞ്ഞ്, ഇത് തന്നെയല്ലേ മനുഷ്യ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഭാര്യമാരാണത്രേ. എന്നാൽ ഒരു തവണ പോലും ശരി, എനിക്ക് മനസ്സിലായി, ഇനി വേറൊന്നും പറയാനില്ലല്ലോ എന്നൊന്നും ചോദിക്കാതെ ശരി എന്ന ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ട് അതെല്ലാം മൂളിക്കേട്ടുകൊണ്ട് ആ കല്യാണിയായി തന്നെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണെങ്കിലോ എന്ത് ഭക്ഷണം കിട്ടുകയാണെങ്കിലും അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം എൻ്റെ കൃഷ്ണന് നൽകിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ഓരോ തവണയും ഭക്ഷണം കഴിക്കുക. ഓരോ ദിവസത്തെയും ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ വീണ്ടും 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 പറയാറുണ്ടത്രേ. ഇതൊന്നുമല്ലാതെ ദ്വാരകയിൽ എത്തിയതിന് ശേഷം രുക്മിണിയെ വിവാഹം കഴിച്ചത്, ഇങ്ങനെ പലരും പറഞ്ഞറിയുന്ന എല്ലാ കഥകളും ഇദ്ദേഹം ഇങ്ങനെ ഭാര്യയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടത്രേ. അന്നൊരു ദിവസം അദ്ദേഹം ചോദിച്ചു, ഇന്ന് എന്താണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ കൃഷ്ണൻ എന്താ ഞാൻ നൽകുക എന്ന് ചോദിച്ചു അത്രേ. കണ്ണിലെ നിന്ന് വരുന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് ആ കല്യാണി പറഞ്ഞു അത്രേ, ഇന്ന് ഇവിടെ ഒന്നുമില്ല എന്ന്. ഇത് കേട്ട സമയത്ത് ഒട്ടും വിരോധമില്ല, കുറച്ച് വെള്ളം എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ, ഇതെൻ്റെ കൃഷ്ണനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാന് ആ വെള്ളം സമർപ്പിച്ചിട്ട്, ഇത് തീർത്ഥമായി ഇനി കല്യാണി കഴിച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു അത്രേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ബോധേടേ അല്ല കേട്ടോ. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് രാത്രി കിടന്ന സമയത്ത് വയറ് വിശന്നാണ് കിടക്കുന്നത്. വയറ് വിശന്ന് കിടന്നാൽ എത്ര പേർക്ക് ഉറക്കം വരും? അപ്പോൾ കല്യാണി കിടന്നു. കുട്ടികളെ എങ്ങനെയൊക്കെയോ കരഞ്ഞ് തളർന്നുറങ്ങിയ കുട്ടികൾ, അവരെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് കല്യാണി അദ്ദേഹത്തിനോട് ചോദിച്ചു, ഉറങ്ങിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉറങ്ങിയിട്ടില്ല. എന്താ പറഞ്ഞോളൂ. അവിടെ നിന്നല്ലേ പറയാറ്,
ദ്വാരകാധീശൻ ശ്രീകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ് എന്ന്. അദ്ദേഹം ചാടിപ്പടഞ്ഞിങ്ങോട്ട് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞതിൽ കല്യാണിക്ക് എന്തെങ്കിലും സംശയം വന്നു? അവിടത്തേക്ക് എന്തെങ്കിലും, ദേവിക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ ആ പറഞ്ഞതിൽ? ഞാൻ ഇത്ര കാലം പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചെയ്തത് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ 2 കൈയും തൊഴുതുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു സംശയവുമില്ല, അങ്ങ് ശ്രീകൃഷ്ണന്റെ സുഹൃത്ത് തന്നെയാണ്. അങ്ങേക്ക് എങ്ങനെയാ ശ്രീകൃഷ്ണ ഭഗവാനെ കാണണമെന്ന് തോന്നുന്നില്ലേ എന്നായി അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ശരിയാണ്, സന്ദീപനയുടെ ആശ്രമത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും രാമനെയോ കൃഷ്ണനെയോ താൻ കണ്ടിട്ടേയില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇത്രയും കാലമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ പത്നി ഇന്നു വരെ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ടാവുക? സംശയമില്ല, ഭഗവാൻ വിളിക്കുന്നത് തന്നെയാണ് എന്നെ എന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കാണണം എന്നുണ്ട്, എന്നാൽ അങ്ങേക്കൊന്ന് ദ്വാരകയിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പോവാം, വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, പോയിട്ട് എനിക്ക് ഇവിടെ കടുത്ത ദാരിദ്ര്യമാണ്, ഉണ്ണാനില്ല എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടത്തേക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അത്രേ പത്നിയോട്. അപ്പോൾ ആ സാധു അമ്മ പറഞ്ഞു അത്രേ, പറയണ്ട, അങ്ങ് അതൊന്നും പറയണ്ട. അപ്പോൾ ആ അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയോ? കണ്ടിട്ട് മനസ്സിലാക്കാൻ ശ്രീകൃഷ്ണന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. ഇദ്ദേഹത്തിനെ ഒന്ന് കാണിക്കാം, എന്തായിരിക്കും എന്നുള്ളത് അറിയാലോ എന്ന് മാത്രമേ ആ അമ്മ വിചാരിച്ചുള്ളൂ. വീണ്ടും കിടന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റിരുന്ന് ചോദിച്ചു, ഉറങ്ങിയോ? ഉറങ്ങിയില്ല, ഞാനേ നാളെ പോവാനാണ് ഉദ്ദേശിക്കുന്നത്. സന്തോഷമായി കേട്ടോ. അപ്പോൾ പറഞ്ഞു, വെറും കൈയോടെ എൻ്റെ ശ്രീകൃഷ്ണനെ കാണാൻ പോവാൻ സാധ്യമല്ല, എന്താന്ന് വെച്ചാൽ നാളെ നേരെയാക്കി തരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ അമ്മ ശരിക്കും കുഴങ്ങിപ്പോയി. എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഇന്നത്തെ നിവേദ്യം തീർത്ഥജലം മാത്രമാവില്ലായിരുന്നു എന്നാണ് ആ അമ്മയ്ക്കപ്പോൾ തോന്നിയത്. പക്ഷെ അത് ഇദ്ദേഹത്തിനോട് പറയാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. ആ അമ്മ നേരെ ഇറങ്ങി നടന്നു. കുട്ടികളും അദ്ദേഹവും ഉറക്കാണ്. ആ സമയത്ത് ആ അമ്മ ഇറങ്ങി നടന്ന് ഈ അഗ്രഹാരത്തിൻ്റെ ആ അങ്ങേ തലയിലായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആ നടന്നുകൊണ്ട് ആ അമ്മ ഉറക്കെ പറയണം എന്ന് വിചാരിച്ചിട്ട്, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എൻ്റെ പതി നാളെ ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു അത്രേ. 4 ദിവസത്തോളമായി പട്ടിണി കിടന്ന ആ അമ്മയുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം വളരെ 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 കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മ ഉറക്കെ പറയണം എന്ന് വിചാരിച്ചിട്ട് വളരെ 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 ചുരുക്കിയാണ് ആ അമ്മയ്ക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ അത്രേ. അത് വീണ്ടും ഒരിക്കൽ കൂടി, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന എൻ്റെ പതിയുടെ കയ്യിൽ കൊടുത്തയക്കാൻ എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞതും ഘനഗാംഭീര്യത്തോടുകൂടി ഒരു ശബ്ദം കേട്ടു അത്രേ. ആരാണ് അവിടെ? ആ സമയത്ത് ഈ സാധു അമ്മ പറഞ്ഞു അത്രേ, ഞാൻ സുദാമാവിൻ്റെ പത്നിയാണ് എന്ന്. പതിവ്രതയായ സ്ത്രീകൾക്ക് ഈ രാത്രിയിൽ ഇരുട്ടത്ത് ഇവിടെ എന്താ ജോലി എന്ന് ചോദിച്ചു. അമ്മ ഞെട്ടിപ്പോയി അത്രേ. അമ്മ പറഞ്ഞു, മറ്റൊന്നും വിചാരിക്കരുത്, ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് നോക്കാൻ വന്നതാണ് എന്ന്. ഉടനെ അവനവൻ്റെ കയ്യിൽ കരുതിയിരുന്ന 4 പിടി അവില് അതങ്ങോട്ട് കയ്യിൽ വെച്ചു കൊടുത്ത്, ഇത് കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഇരുട്ടത്തേക്ക് മറഞ്ഞുപോയി അത്രേ. ആ സാധു അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് കൊണ്ടും ഇരുട്ടായതുകൊണ്ടും വന്നതാരാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായില്ല. ഈ അവല് കിട്ടിയ സന്തോഷത്തിൽ ആ അമ്മ തിരിച്ചു പോവുകയും ചെയ്തു. ഉള്ളതിൽ വെച്ച് ഒരു നല്ല തുണിയിൽ പൊതിഞ്ഞ് കെട്ടി തയ്യാറാക്കി വെച്ചു. ആചാര്യൻ അനുസ്മരിക്കാറുണ്ട്, ആ വന്നത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു എന്ന്. കാരണം ഈ അമ്മ ആ തെരുവിൻ്റെ അങ്ങേ തലയിൽ ആ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ദ്വാരകാധീശൻ ശ്രീകൃഷ്ണന് നൽകാൻ എന്തെങ്കിലും തരണേ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക്
കൊണ്ടെത്തിച്ചത് ഞാനല്ലേ എന്ന് ആലോചിച്ചപ്പോൾ ഇവരെ അനുഗ്രഹിക്കാൻ ഞാൻ വൈകിയില്ലേ എന്നോർത്ത സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇത്രേ. ആ ഓടുന്ന വഴിയിൽ അടയ്ക്കാതെ കണ്ട ഏതോ ഒരു കടയിൽ നിന്ന് വാരിക്കൊണ്ടുവന്നതാണ് ആ അവില് എന്ന് ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് കേട്ടോ. ആ അവല് കൊടുത്തിട്ട് പോയത് ഭഗവാൻ തന്നെയാണത്രേ. എന്തായാലും ആ അവല് പൊതിഞ്ഞ് ഭംഗിയുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു തുണിയിൽ കെട്ടിയിട്ട്, കൂട്ടത്തിൽ വൃത്തിയുള്ളതെന്നേ പറയാൻ വെക്കൂട്ടോ. എന്തായാലും അങ്ങനെ ഒരു പൊതിയിൽ കെട്ടിക്കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടാണ് ആ അമ്മ ഉറങ്ങിയത്. രാവിലെ എഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച പതി നേരത്തെ എഴുന്നേറ്റു. അദ്ദേഹത്തിന് ബഹു ഉത്സാഹം പോകാൻ, എന്തായാലും ഭഗവാനെ കാണാനാണല്ലോ. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അത്ര അദ്ദേഹം വരുന്നത് തന്നെ. അപ്പോൾ വേഗം ഈ പൊതി എടുത്ത് കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിനും സന്തോഷമായി. അദ്ദേഹം ഇതും പിടിച്ചുകൊണ്ട് കൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ട്, കൃഷ്ണ കഥകൾ അനുസ്മരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് നടക്കാൻ തുടങ്ങി. അദ്ദേഹം നടന്ന് 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 അനേകം യോജന താണ്ടിയാണ് ദ്വാരകയിലേക്ക് എത്തുന്നത്. ആ ദ്വാരകയിൽ എത്തിയ സമയത്താണെങ്കിലും അവിടെ അനേകം പേരിങ്ങനെ ക്യൂ സംവിധാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അടുത്തു കൂടിയാണ് നാരായണ 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 എന്നും ചൊല്ലിക്കൊണ്ട് പോകുന്നത്. അപ്പോഴാണ് അവിടെ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണ്. ഞാനേ വന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 3 മാസക്കാല അളവായി. ഈ 3 മാസ കാലയളവ് രാവിലെ ഇവിടെ വന്ന് അങ്ങോട്ട് ക്യൂ നിൽക്കും. എന്നിട്ട് വൈകുന്നേരം വരെ നിന്ന് എൻ്റെ നമ്പർ എത്തുമ്പോഴേക്കും കാണാൻ തരാവില്ല, ഇന്നത്തെ കഴിഞ്ഞു എന്ന് പറയും, പോകാൻ പറയും, നാളെ വീണ്ടും വരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട്, ദ്വാരകയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അനേകം കാലങ്ങളായിട്ടോ എന്നിങ്ങനെ പറയാത്രേ. ഞാൻ വരുന്നത് കാശ്മീരിൽ നിന്നാണ്. കാശ്മീരിൽ നിന്നുള്ള രാജാവ് പറഞ്ഞയച്ചതാണ് ഭഗവാനെ കാണാൻ എന്നെ. കശ്മീരി കുങ്കുമപ്പൂവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ഞാനുണ്ടല്ലോ വളരെ വില കൂടിയ കമ്പിളി പുതപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭഗവാന്. താൻ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ്ടൊരു 3 മാസമായി. ഇല്ലേ, ഞാൻ 1.5 വർഷമായി കാണാൻ കാത്തു കിടക്കുക ഭഗവാനെ. ഇത് എനിക്കും പതിവുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ വരും, ക്യൂ നിൽക്കും, കാണാതെ തിരിച്ചു പോകും. 1.5 വർഷമായിട്ട് ഇവിടെയാണ് താമസം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടേക്കാണത്രേ ഈ കുചേലൻ നടന്നു വരുന്നത്. അദ്ദേഹം വിചാരിച്ചു, ഇത്രയധികം കാലമായിട്ട് എൻ്റെ കൃഷ്ണനെ കാണാൻ ഇത്രയധികം പേര് കാത്തുകെട്ടി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കാണുക അദ്ദേഹത്തിനെ എന്ന് ചിന്തിച്ചു. ആ അനേകം മണിമന്ദിരങ്ങൾ, രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കൊട്ടാരങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. നാമം ചൊല്ലി മറ്റേതോ ഒരു വിസ്മയ ലോകത്തെത്തിയ പോലെയാണ് അദ്ദേഹം നടക്കുന്നത്. ഈ സമയത്താണ് രുക്മിണിയുടെ മണിമന്ദിരത്തിലെ ആ മട്ടുപ്പാവിലെ ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ ആ താഴത്തേക്ക് നോക്കിക്കൊണ്ട്, രുക്മിണിയാണെങ്കിലോ വെഞ്ചാമരം കൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കുന്ന രീതിയിൽ ഒരു കാലിങ്ങനെ തൂക്കിയിട്ട് മറ്റേ കാലിങ്ങനെ പടിഞ്ഞു വെച്ച് അവിടെ ഇരുന്ന് ഭഗവാൻ നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു എന്നുള്ള ആ ഒരു രീതിയിൽ അകലയിൽ നിന്ന് നാമം ചൊല്ലിക്കൊണ്ട് വരുന്ന തൻ്റെ ആ ഒരു കൂട്ടുകാരനെ കണ്ട ഭഗവാൻ മറ്റൊന്നും ആലോചിക്കാതെ എഴുന്നേറ്റ് അങ്ങോട്ട് ഓടി. ഈ ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ രുക്മിണിയെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അത്രയും ഭഗവാൻ ഓടിയത്. ഓടി അങ്ങോട്ട് ചെന്നിട്ട്, എത്ര കാലമായി ഞാൻ കണ്ടിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് സുധാമാവിനെ കെട്ടിപ്പിടിച്ചു അത്രേ ഭഗവാൻ. മതിയായില്ല ഭഗവാനെ, എടുത്തങ്ങോട്ട് കൊണ്ടുപോയി എന്നാ പറയണേ. ഈ വരിയിൽ നിൽക്കുന്ന ആൾക്കാരും അവിടെ അത്ര നേരം ഉണ്ടായിരുന്നവരും കാവൽക്കാരും ഭടന്മാരും ഭഗവാന്റെ മക്കളും എല്ലാവരും പേരക്കുട്ടികളും ഇങ്ങനെ അനേകം ആളുകൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ വന്ന് തൻ്റെ കൂട്ടുകാരനെ എടുത്തങ്ങോട്ട് കൊണ്ടുപോകണത്. ഇതിപ്പോൾ ആരാ ഇത് ഭഗവാൻ ഇങ്ങനെ എടുത്തൊക്കെ കൊണ്ടുപോകണേന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും നോക്കുന്നത്. നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്കാണത്രേ ഈ കൂട്ടുകാരനെയും കൊണ്ടുപോയത്. അതിന് 2 കാരണങ്ങളുണ്ട് എന്ന് ആചാര്യൻ എടുത്തു പറയാറുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണമായി അദ്ദേഹം പറയാറുള്ളത്, അവന്തിക്കാരിയാണ് മിത്രവിന്ദ, അവന്തിയിൽ നിന്ന് തന്നെയാണ് കുചേലനും. അതുകൊണ്ട് രണ്ടും ഒരേ നാട്ടുകാരായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയതാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ തൻ്റെ കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ
തട്ടി മാറ്റിയിട്ടുണ്ട് രുക്മിണിയെ. രുക്മിണിക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക നിശല്യ, ഞാൻ ഇടത്തിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങട്ടായി വരണേന്നെങ്ങാനും ചോദിച്ച് മുഖം എങ്ങാനും കറുപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, നേരെ കൊണ്ടുപോയത് അവന്തിക്കാരി മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്കാണ് അത്രേ. അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മതിയാവാതെ വീണ്ടും വീണ്ടും ആലിംഗനബദ്ധരായതിനു ശേഷം ചോദിച്ചു, എത്ര കാലമായി കണ്ടിട്ട്? ആ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ കാണുണ്ടായില്ല അല്ലേ? എത്ര ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഓർമ്മ വരാറുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ അനേകം തിരക്കിൽ പെട്ടിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാനുള്ള സമയമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ അത്രേ ഭഗവാൻ പറയണത്. ഇത് കേട്ടപ്പോഴാണ് അത്ര എല്ലാവർക്കും മനസ്സിലായത്, ഭഗവാന്റെ കൂടെ പഠിച്ച ആളാണല്ലേ, ഭഗവാന്റെ കൂട്ടുകാരനാണല്ലേ എന്ന് മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അന്നുണ്ടല്ലോ നമ്മൾ ആ ഗുരുകുലത്തിൽ എന്തായിരുന്നൂലേ എത്ര രസകരമായിരുന്നൂലേ എന്ന്. ആ സമയത്തേക്ക് ആ ഭഗവാന്റെ പത്നിമാരൊക്കെ ചുറ്റും നിൽക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, എൻ്റെ എത്ര കള്ളത്തരങ്ങളാണെന്നറിയോ ഇദ്ദേഹം കണ്ടുപിടിച്ച് പറയാറുള്ളത് ഗുരുവിനോട്. ഗുരു ഒരു ദിവസം രാവിലെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ആ നോട്ട് പുസ്തകം എടുക്കാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാലല്ലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ, ആ എഴുതിയ ഗ്രന്ഥം എടുക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഗ്രന്ഥമൊക്കെ എടുത്ത് ഇത്രാമത്തെ പേജിൽ എഴുതിയ ഇന്ന ശ്ലോകം നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. ഇതേതാ പേജ് ഗുരു പറഞ്ഞത് എന്ന് മനസ്സിലായില്ല എന്നുള്ള മട്ടിലുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കുന്നു. ആ സമയത്തായി ഇദ്ദേഹം കണ്ടത് ഞാൻ ഈ രാധയുടെ ഒരു ഫോട്ടോ അതിങ്ങനെ പേജിൻ്റെ ഇടയിൽ വെച്ചിട്ട് അത് നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഗുരു അവിടെ പറയണത് കേട്ടില്ല. ഇദ്ദേഹം നാം മിണ്ടാതിരുന്നാൽ മതി. ഇദ്ദേഹം പറഞ്ഞു, അത് പാരയുടെ ഫോട്ടോ ആണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത്രേ. ഫോട്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയണതാത്രോ. രാധാദേവിയുടെ രേഖാചിത്രമാണ് അത്രേ ഭഗവാൻ ഇങ്ങനെ ആ ഗ്രന്ഥത്തിൽ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. ആ സമയത്താണത്രേ ഇദ്ദേഹം ചോദിക്കുന്നത്, ഇത് പാരായെന്ന്. ഇത് ഗുരു കയ്യോടെ പൊക്കന്നെ ഉണ്ടായേ എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ. അത് ഒരു സംഭവമായിട്ട് പറഞ്ഞു. ഇനി അതിനുശേഷം പറഞ്ഞു, അങ്ങനെ എത്ര ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കേട്ടിട്ടുണ്ടെന്നറിയോ. എന്നാലുണ്ടല്ലോ എന്നെ വളരെ നന്നായിട്ട് കൊണ്ടു നടക്കുമായിരുന്നു കേട്ടോ ഇദ്ദേഹം, പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഒരു ദിവസം ഗുരുപത്നി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കണം, എന്നാലേ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാനും ഏട്ടനും ഇദ്ദേഹവും കൂടിയിട്ട് പോയി വിറകൊക്കെ ശേഖരിച്ചു. അനേകം വിറകുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ കെട്ടി 3 പേര് 3 കെട്ടാക്കി. ആ സമയത്ത് ഇരുട്ടായി, ഇടിവെട്ടി മഴയും പെയ്തു. എന്താ ഇനി ചെയ്യാന്ന് ശല്യ, ഒരു മരത്തിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി ഇദ്ദേഹം എന്നെ ഒരു ചില്ലയുടെ മുകളിൽ, രാമേട്ടനും ഇദ്ദേഹവും താഴെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നാൽ എൻ്റെ തലയിൽ വെച്ചിരുന്ന കെട്ടോ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം 2 കെട്ടും കൂടി തലയിൽ വെച്ചു. ഈ രാവിലെ വരെ എൻ്റെ കെട്ടും കൂടി തലയിൽ ചുമന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഗുരുനാഥൻ പിറ്റേന്ന് രാവിലെ നേരത്തെ ഉണ്ട് ഞങ്ങളെ അന്വേഷിച്ചു കൊണ്ട് വരുന്നു. ആ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ശരിക്ക് പേടിച്ചു പോയിട്ടോ. ഞങ്ങളെ വഴക്ക് പറയുന്ന വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ ഗുരുനാഥന് പേടിയാവുക ചെയ്തത്. രാത്രിയിൽ മുഴുവൻ ഞങ്ങൾ എവിടെയാ പോയത്, ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവുമോ എന്ന് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളെ 3 പേരെയും ഒരുമിച്ച് ആലിംഗനം ചെയ്യുക ചെയ്തത്. അന്നത്തെ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഈ കൃഷ്ണൻ രണ്ടും പറയിപ്പിക്കാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോണത് എന്നാണത്രേ അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞത്. ഇങ്ങനെ അനേകം ആ പഠന സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും ഭഗവാൻ ആ കുചേലൻ്റെ അടുത്ത്. കുചേലനോ എല്ലാം കേട്ട് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ ധാരയായി വരുന്ന കണ്ണുനീരൊപ്പിക്കൊണ്ട് അദ്ദേഹം എല്ലാം അവിടുത്തെ അനുഗ്രഹം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അങ്ങ് എങ്ങോട്ടാ പോയത്? ആട്ടെ, അങ്ങിപ്പോൾ ഗൃഹസ്ഥാശ്രമിയല്ലേ, വിവാഹം ചെയ്യലുണ്ടായില്ലേ, കുട്ടികൾ എത്ര പേരുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, വിവാഹം കഴിഞ്ഞു. അങ്ങയുടെ ഭാര്യ അനുകൂലയും അനുരൂപയുമല്ലേ? തീർച്ചയായിട്ടും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞു അത്രേ. അതിലെല്ലാം ഉണ്ട്, അങ്ങ് വിചാരിക്കുന്നതേ നടക്കുള്ളൂ എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഭഗവാൻ അടുത്തതായിട്ടൊന്നും പറയാൻ തോന്നിയില്ല അത്രേ. അതിനുശേഷം ഭഗവാൻ ഇദ്ദേഹത്തിന്
അനേകം വിഭവങ്ങളോട് കൂടിയിട്ടുള്ള സദ്യ ഒരുക്കിയിത്രേ. അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ പാദം കഴുകിക്കുക എന്നൊരു ചടങ്ങ്. ആ പാദപൂജയ്ക്കായിട്ട് വേഗം ആ മിത്രവിന്ദ കൊണ്ടുവന്ന ആ ഒരു പാത്രത്തിൽ കാലിറക്കി വെച്ച് കിണ്ടിയിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് അർഘ്യപാദാദികളെല്ലാം ചെയ്തതിന് ശേഷം ആ ഭഗവാൻ ദീപാരാധന ചെയ്തു എന്ന് ആചാര്യൻ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. ദീപാരാധന തനിക്ക് ചെയ്യുന്നത് മാത്രമേ കൃഷ്ണൻ അറിയുള്ളൂ അത്രേ. ഒരാൾക്ക് എങ്ങനെയാ ദീപാരാധന ചെയ്യേണ്ടത് എന്ന് തലേ ദിവസം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു എന്ന് വരെ ആചാര്യൻ പറയാറുണ്ട് കേട്ടോ. അത്ര ദീപാരാധന വരെ ചെയ്തിട്ടാണ് അത്രേ ആ കുചേലനെ അദ്ദേഹം സ്വീകരിച്ചത്. അതിനുശേഷം അനേകം വിഭവങ്ങൾ ഒരുക്കിയ സദ്യ നൽകി. ആ സദ്യ ശ്രീമതി വിശാഖാഹരി പറയാറുണ്ട്, ഇങ്ങനൊരു സദ്യ നമ്മുടെ മുമ്പിലാണ് വിളമ്പുന്നത് എന്ന് വെച്ചാൽ ഓരോ ഐറ്റത്തിൻ്റെ പേരെന്താ, റെസിപ്പി എന്താന്ന് വരെ നമ്മൾ ആലോചിക്കും ഇല്ലേ. ഓരോന്നും ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കും. കുചേലൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിഭവങ്ങളായിരുന്നു അത്രേ ഓരോന്നും അതിൽ. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല. അദ്ദേഹം കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നു കൊണ്ടാണ് അത്രേ ഓരോ വറ്റും കഴിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ കഴുകി വിശ്രമിക്കാൻ ഇരുത്തിയതോ ശ്രീകൃഷ്ണന്റെ ആ പട്ടുമെത്തയിലാണത്രേ കൊണ്ടിരുത്തിയത്. ഇവിടെ ഇരിക്കാം, നമുക്ക് ഇത്തിരി നേരം കൂടി വിശ്രമിക്കാം. ആട്ടെ, അങ്ങ് എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കുചേലൻ വിചാരിച്ചു. ഇത്രയധികം രാജകീയമായ ഭക്ഷണം ഓരോ നേരങ്ങളിലും കഴിക്കുന്ന എൻ്റെ കൃഷ്ണൻ എൻ്റെ 4 പിടി അവിലിത് ഞാൻ കൊടുക്കില്ല ഞാൻ നാരായണ നാരായണ, കൊടുക്കില്ല ഞാൻ നാരായണ നാരായണ എന്ന് തന്നെയാണത്രേ അദ്ദേഹം ഓരോ തവണയും വിചാരിച്ചത്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ കൈയിൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു പൊതി, ആ വെളുത്ത കെട്ട്, ഇത് ഭഗവാൻ കണ്ടതും തട്ടിപ്പറിച്ച് ഇങ്ങോട്ട് എടുക്കലും ഒരുമിച്ച് കഴിഞ്ഞു. എന്നിട്ട് ആ പൊതി ഇങ്ങോട്ട് തുറന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു അത്ര, ആഹാ നോക്കൂ, ഞാനേ കുറച്ച് അവില് കിട്ടുമോന്ന് എത്ര ദിവസമായി ചോദിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ ഈ മിത്രവിന്ദയുടെ അടുത്ത്. അല്ലെങ്കിലും അവന്തിക്കാരി ഒരു അമാന്തക്കാരി തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നത്, ഇതുപോലൊന്ന് അവില് കഴിച്ചിരിക്കാൻ എന്താ രസല്ലേ. ആ സായംകാലത്തെ കാറ്റ് കൊണ്ട് കുറച്ചൊക്കെ നാട്ടുവർത്താനം പറഞ്ഞ് 2 മണി അവിലെടുത്ത് വായലിട്ടാൽ എന്താ ഒരു രസം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരു പിടി അവിലെടുത്ത് കഴിച്ചു അത്രേ. രണ്ടാമതൊരു പിടിയും കൂടി വാരിയെടുക്കുന്ന സമയത്തേക്ക് രുക്മിണി ഓടി വന്ന് കൈ പിടിച്ചു അത്രേ ഭഗവാനോട്. എന്നിട്ട് പറഞ്ഞു അത്രേ, എനിക്ക് ചെയ്യാവുന്നതിൻ്റെ എല്ലാം ഞാൻ ചെയ്തു, ഇനി ഒരു പിടി അവിലും കൂടി അങ്ങ് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ കുചേലൻ്റെ പണിക്കാരത്തിയായിട്ട് പോകേണ്ടി വരും. അത്രയധികം ഞാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്ന് ലക്ഷ്മി ദേവിയാണ് പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് നൽകാവുന്നതിൽ വെച്ച് എല്ലാം നൽകി കഴിഞ്ഞു എന്ന്. അപ്പോൾ ഭഗവാൻ കഴിച്ചു കഴിഞ്ഞ അവിലാണ് കേട്ടോ. ബാക്കി എന്താ? ബാക്കി ഭഗവാന്റെ പ്രസാദമാണത്. ആ പ്രസാദം ഭഗവാൻ പറഞ്ഞതാ, ഇത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കൂ രുക്മിണി എന്ന് പറഞ്ഞു അത്രേ. രുക്മിണി ഇങ്ങോട്ട് വാങ്ങിയതും എനിക്കും വല്യമ്മേ എന്ന് പറഞ്ഞ് അനേകം കൈ നീട്ടുന്നുണ്ട്. എനിക്ക് തരൂ ഏടത്തി എന്ന് പറഞ്ഞ് അനേകം കൈ നീട്ടുന്നുണ്ട്. അനിയത്തി എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ആ ബലരാമഭഗ്നി വന്നിട്ടുണ്ട്. അങ്ങനെ അനേകം പേരെ കൈ നീട്ടിയപ്പോൾ അവിടെയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ആ ഒരു കൈ പ്രവർത്തിച്ചത് അത്രേ. എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. പിന്നെയും അതിൽ ബാക്കിയുണ്ട് അത്രേ. അത് സൂക്ഷിച്ച് കെട്ടിയെടുത്ത അളമാരിയിൽ വെച്ചോളൂ, നാളെ ഈ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം എന്നത്രേ ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത്രേ, ഇനി എനിക്ക് പോണം കൃഷ്ണ എന്ന്. ഇത് കേട്ട സമയത്ത് ഭഗവാൻ ഒരു അക്ഷരം എതിർത്ത് പറഞ്ഞില്ല അത്രേ. ശരി എന്നാ പറഞ്ഞ്. എന്താ കാരണം? 2 ദിവസം താമസിച്ചിട്ട് പോവാം, എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് ഭഗവാൻ എന്തുകൊണ്ടാ വിചാരിക്കാതിരുന്നത്? ഇന്നാവുമ്പോഴേ ബലരാമേട്ടൻ ഇവിടെ ഇല്ല. ബലരാമേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്താ കൃഷ്ണ ഈ കാണിച്ചത്? ഇത്രയധികം കാലം ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ദാരിദ്ര്യ ദുഃഖം നൽകാമോ എന്ന് എന്നോട് ചോദിക്കും. എനിക്ക് പറയാൻ ഉത്തരം ഉണ്ടാവില്ല. പിന്നെ ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ ഞാൻ എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് എനിക്കൊരു മറുപടി പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇന്ന് തന്നെ പോകുന്നതാ നല്ലത് എന്ന് വിചാരിച്ചു. എന്നാൽ കുചേലൻ വിചാരിച്ചതോ, ഇന്നാവുമ്പോഴേ ഇവിടെ ബലരാമസ്വാമി ഇല്ല. ഈ നാളെ ബലരാമസ്വാമി വരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടാൽ
ഞാനേ അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. പരമസാത്വികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് അങ്ങെന്ന്. അങ്ങ് എങ്ങനെ ഇപ്പോ കുറച്ച് ധനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചില്ലാന്നെങ്ങാനും പറഞ്ഞാൽ അത് എനിക്ക് കേൾക്കാൻ വയ്യ എന്നാണത്രേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഇന്ന് തന്നെ പോകണമെന്ന്. ഈ 2 പേരുടെ ചിന്ത കൊണ്ട് അന്ന് തന്നെ ഭഗവാന്റെ അടുത്ത് നിന്ന് കുചേലൻ ഇറങ്ങി കേട്ടോ. അനേക ദൂരം ഭഗവാൻ കൂടെ പോയിട്ടോ. ഈ കൂടെ നടക്കുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹം അന്നത്തെ അതുവരെയുള്ള വിശേഷങ്ങൾ ഓരോന്നും പങ്കുവെക്കുന്നുണ്ട്. തോളിൽ കൈയിടുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ പഴയ കാല കൂട്ടുകാരനോട് എങ്ങനെയൊക്കെയാണോ ഇടപെട്ടിരുന്നത് അതേമാതിരി ഇടപെടുന്നുണ്ട് കേട്ടോ. എന്നാൽ കുചേലനോ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണൻ ഇത്രേ വിചാരിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ മരിച്ചുപോയ ഉണ്ണിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള യോഗേശ്വരനാണ് തൻ്റെ കൂട്ടുകാരൻ എന്നറിഞ്ഞ നിമിഷം മുതൽ ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ അതേമാതിരി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളൂ. തൊഴുതുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം കൂടെ നടക്കുന്നത്. അവസാനം കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്രയാക്കിയത്രേ ഭഗവാൻ. അപ്പോൾ ഇദ്ദേഹം നടന്നു, പിന്നെയും നടന്നു. ഒരുപാട് നടന്നിട്ട് ആ നടക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണനെ കുറിച്ചാണ് ആലോചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ അതിപ്രഭാവത്തിനെ കുറിച്ചാണ് ആലോചിച്ചത്. അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ കണ്ടു നടിക്കേണ്ട കാര്യം തന്നെ ഇല്ല. പക്ഷെ ഇപ്പം എന്തൊക്കെയാ നടന്നത്? എന്നെ എടുക്കുന്നു, ആ ചപ്രപഞ്ച കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തുന്നു, ദീപാരാധന കാണിക്കുന്നു, വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നു. എന്തുമാതിരിയായി എന്നെ അദ്ദേഹം ആദരിച്ചു വിട്ടത് എന്നാണ് ഇദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നത്. അങ്ങനെ നാമം ചൊല്ലി നടന്ന് നോക്കുമ്പോൾ അതാ വീണ്ടും കൊട്ടാരം. അദ്ദേഹം വിചാരിച്ചു, കഷ്ടം, ഞാൻ എന്തോ ഒരു മതിഭ്രമത്തിൽ വീണ്ടും ദ്വാരകയിൽ തന്നെ വന്നു പെട്ടു. എന്നെക്കുറിച്ച് ഇപ്പം കൃഷ്ണൻ എന്താ വിചാരിക്കുക? എനിക്ക് എന്തെങ്കിലും ചോദിച്ച് വാങ്ങാനുണ്ട് എന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുന്ന സമയത്ത് അകത്ത് നിന്നുണ്ട് ഇറങ്ങി വരുന്നു സാക്ഷാൽ കല്യാണി. എന്നാൽ സാക്ഷാൽ കല്യാണി നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന കല്യാണി അല്ല കേട്ടോ ഇറങ്ങി വരുന്നത്. അതീവസുന്ദരിയായി സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ കൂടെ കുട്ടികളും ഉണ്ട്. വളരെ രാജകീയ കൂടിയുള്ള ആ ഒരു വേഷവിധാനത്തോട് കൂടിയിട്ട് ഇറങ്ങി വരുന്നത്. നോക്കുമ്പോൾ ദ്വാരകയിൽ കണ്ടിരുന്ന കൊട്ടാരങ്ങൾക്ക് സമമായിട്ടുള്ള കൊട്ടാരത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തിന് എന്താ സംഭവിക്കണത് എന്ന് മനസ്സിലാവണില്ല. അദ്ദേഹം അപ്പോഴാണത്രേ സ്വയം തൻ്റെ ദേഹത്തേക്കൊന്ന് നോക്കിയത്. എപ്പോഴാണോ സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ഭഗവാൻ ആലിംഗനം ചെയ്തത് അപ്പോഴേ സച്ചിദാനന്ദ കട്ട തന്നെ ആയിത്രേ കുചേലനും. അദ്ദേഹത്തിനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാത്ത അത്രയും അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കണു. അതൊക്കെ അദ്ദേഹം കാണുന്നത് അപ്പോഴാണത്രേ. അദ്ദേഹം കണ്ടിട്ട് അത് കണ്ട സന്തോഷത്തിൽ അദ്ദേഹത്തിനോട് ഓടി വന്നിട്ട് പറയാണ്, അങ്ങ് ഇവിടുന്ന് പോയില്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, അങ്ങ് ഇവിടുന്ന് പോയില്ലേ? നടന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു രാത്രി ആവാറായപ്പോഴാണ് ഒരു സ്ത്രീ കതകിൽ മുട്ടുന്നത്. കതകിൽ മുട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പൊ തുറക്കാൻ നിർവാഹമില്ല, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല എന്ന്. ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് വരുന്നത്, കതക് തുറക്കാതെ എനിക്ക് നിർവാഹമില്ല, ദയവ് ഇത് കതക് തുറക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കതക് തുറന്നപ്പോൾ ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയായൊരു സ്ത്രീ അകത്തേക്ക് കയറി വന്നു. വാതിലടച്ച് കിടന്നോളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കിടക്കുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്പോഴും തൊഴുക മാത്രമാണ് അത്രേ ചെയ്തത്. ശ്രീമതി വിശാഖഹാരി രസകരമായി പറയാറുണ്ട് കേട്ടോ, ഈ സമയത്ത് നമ്മളെറ്റി ആയിരിക്കണം. അങ്ങനെയാണോ ഉണ്ടായേ? എന്തൊക്കെയാ ഇപ്പം ഉണ്ടായേ? എന്തൊക്കെയാ അവിടുന്ന് കൊണ്ടുവന്നത്? എത്ര ലോറി സാധനങ്ങൾ വന്നു? എത്ര ലോറി പാത്രങ്ങൾ വന്നു? ഏതൊക്കെയാ സ്വർണം ആഭരണങ്ങൾ എന്തെങ്കിലും കിട്ടിയിരിക്കണോ? അലമാരി കൊണ്ടുവന്നില്ലേ? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ഉണ്ടാവും അത്രേ. എന്നാൽ അദ്ദേഹം എന്ത് തന്നെ കിട്ടിയാലും അതെല്ലാം ഭഗവാന്റെ മാത്രം കൃപയാണ്, കരുണയാണ്, അനുഗ്രഹമാണ് എന്ന് മാത്രം വിചാരിച്ച് ആ സമയത്ത് കുട പിടിക്കാനും ആലവട്ടം കൊണ്ട് വീശാനും വെഞ്ചാമരം കൊണ്ട് വീശാനും ഒക്കെ ആയിട്ട് അനേകം തോഴന്മാരടക്കം ഉണ്ടത്രേ അവിടെ.
പങ്കജാക്ഷ കൃപ കൊണ്ട് മുട്ടി കുചേലൻ എന്നാണ് പറയുന്നത് ആചാര്യൻ. അത്രയ്ക്കധികം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുട്ടി എന്നാ പറയുന്നത് കേട്ടോ. അനുഗ്രഹം കൊണ്ട് വലഞ്ഞു പോയ ആരെങ്കിലും അറിയോ? അതാണത്ര ഇദ്ദേഹം. ഒന്നിനോടും ഒരു അമിത താല്പര്യവുമില്ലാതെ എൻ്റെ കൃഷ്ണനാണ് സർവസ്വം എന്ന് കരുതി ജീവിച്ച അദ്ദേഹത്തിലേക്ക് ആ കൃഷ്ണൻ നൽകിയത് അദ്ദേഹത്തിൻ്റെ സർവസ്വം തന്നെയാണ്. അങ്ങനെ ലക്ഷ്മി കടാക്ഷം അനുഗ്രഹദായകം ചൊരിഞ്ഞുകൊണ്ടാണ് അത്രേ ഭഗവാൻ അനുഗ്രഹിച്ചത്. അല്ലെങ്കിലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെയാട്ടോ. അനുഗ്രഹിക്കുന്ന കാര്യത്തിലുണ്ടല്ലോ ഇതേപോലെ തന്നെയാ, ഈ കുചേലനെ പറഞ്ഞ പോലെ തന്നെയാ. ഭയങ്കര സാവധാന പ്രിയനാണ്, വളരെ പതുക്കെ അനുഗ്രഹിക്കുള്ളൂ. എന്നാൽ വൺസ് നമുക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാനിടയായാൽ ഇതിലും വലിയൊരു അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് ചേരില്ല തന്നെ. അത്ര വലിയ അനുഗ്രഹം തന്നെയാണ് ഭഗവാൻ തരിക. ഇത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കേട്ടോ. അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. നമ്മൾ വീട് വേണമെന്ന് പറയും, കാറ് വേണമെന്ന് പറയും, സാമ്പത്തികം മെച്ചപ്പെടണം എന്ന് പറയും, വിദ്യാഭ്യാസം മെച്ചപ്പെടണം പറയും, ജോലി അങ്ങനത്തെ കിട്ടണം എന്ന് പറയും. ഇങ്ങനെ ഒരു 100,000 ആഗ്രഹങ്ങളും കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുക. എന്നാൽ ഭഗവാനോ എല്ലാ ആഗ്രഹങ്ങളൊന്നും കേൾക്കില്ല കേട്ടോ. വളരെ സാവധാന പ്രിയനുമാണ്. എന്നാൽ ആ സാവധാന പ്രിയൻ ഒരിക്കൽ നിനക്കത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ, ഇത് തന്നെ ആയിരുന്നില്ലേ ഗുരുവായൂരപ്പ എനിക്ക് ഏറ്റവും നല്ലത്, ഞാൻ പറഞ്ഞതൊന്നും അല്ലാട്ടോ എനിക്ക് നല്ലത്, ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് നമുക്ക് ഉത്തമമായിട്ട് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി തരും ഭഗവാൻ. അങ്ങനെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അനുഗ്രഹം. ഇത് കുചേലന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ അനുഭവം ഉണ്ടാക്കാൻ, ഈ അനുഭൂതി ഉണ്ടാക്കാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളാണത് കാണാതെ ശ്രദ്ധിക്കാതെ വിടുന്നത്. ഇനിയെങ്കിലും ആ ഒരു ശ്രദ്ധക്കുറവ് നമ്മളിൽ നിന്ന് ഇല്ലാതിരിക്കട്ടെ. ഭഗവാനെ എപ്പോഴും അനുസ്മരിച്ചോളൂ, മുറുകെ 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 പിടിച്ചോളൂ. നമ്മളെ അനുഗ്രഹദായകനായ ഉണ്ണികൃഷ്ണൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.